ജപ്തി ഭീഷണി നേരിടുന്ന ബെള്ളൂർ കാപ്പിക്കടവിലെ എല്ലെണ്ണയുടെയും എൻമകജെ ഷേണിയിലെ വാസുദേവ നായിക്കിന്റെയും കുടുംബങ്ങൾക്ക് തണലായി എത്തിയത് സുരേഷ് ഗോപി എംപിയുടെ സഹായം. രണ്ടു കുടുംബങ്ങളുടെയും കടം തിരിച്ചടച്ച് ജപ്തി ഒഴിവാക്കാനാവശ്യമായ നടപടിയെടുക്കുമെന്ന് സുരേഷ് ഗോപി എംപി പറഞ്ഞു. ലക്ഷ്മി സുരേഷ് ഗോപി എംപിസ് ഇനീഷ്യേറ്റീവിൻ്റെ ഒരു പ്രവർത്തന മേഖലയിൽ പെടുത്തിക്കൊണ്ട് തന്നെ ഇത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇതൊരു ദൗത്യമായും ഉത്തരവാദിത്വവുമായി മാത്രമേ ഇനിയും കാണൂ. എല്ലെണ്ണയുടെ ഏക മകൻ ദിനേശും കുടുംബവും താമസിക്കുന്ന വീടും സ്ഥലവുമാണ് ഇപ്പോൾ ജപ്തി ഭീഷണി നേരിടുന്നത്. ദുരിതബാധിതനായ എല്ലെണ്ണ 4 വർഷം മുൻപ് മരിച്ചിരുന്നു. എല്ലെണ്ണയുടെ ചികിത്സയ്ക്കും മകളുടെ വിവാഹത്തിനുമാണ് പിന്നാക്കക്ഷേമ കോർപ്പറേഷനിൽ നിന്ന് 1 ലക്ഷം രൂപ വായ്പയെടുത്തത്. ഇത് പലിശയടക്കം 1,35,000 രൂപയായി. ഷേണിയിലെ ഒരു ചോർന്നൊലിക്കുന്ന വീട്ടിൽ താമസിക്കുന്ന വാസുദേവ നായിക്കിന്റെ കഥയും സമാനമാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതനായ മകൻ ശ്രേയസ് 1 മാസം മുൻപാണ് മരിച്ചത്. ശ്രേയസിന്റെ ചികിത്സയ്ക്കായി എടുത്ത വായ്പയിലായിരുന്നു ജപ്തി നോട്ടീസ്. സിൻഡിക്കേറ്റ് ബാങ്കിൽ നിന്നെടുത്ത 44,000 രൂപയുടെ കടത്തിലാണ് ജപ്തി ഭീഷണി നേരിടുന്നത്. പഞ്ചായത്ത് അനുവദിച്ച വീടിന്റെ നിർമ്മാണവും പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ്. ഇതിനെല്ലാം ആശ്വാസമായത് എംപിയുടെ സഹായം. 2 മാസത്തിനുള്ളിൽ കാസർഗോഡെത്തി എൻഡോസൾഫാൻ ദുരിതബാധിതരെ സുരേഷ് ഗോപി എംപി സന്ദർശിക്കും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം, കാസർഗോഡ്.